ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ ഒരു സീക്രട്ട് ഡിസയർ എന്താണ് അവരുടെ മനസ്സിൽ രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയോ ഉള്ളത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിതെപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും. ഇവിടെ വരുന്ന എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സൻ്റേതോ ആയിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിക്കാതിരിക്കുക. ഇനി നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നതാണ് ക്ലൂസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം കരുതുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സീക്രട്ട് ഡിസയർ അല്ലെങ്കിൽ അവർ രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി കുറച്ച് മിഡിൽ ഏജ്ഡ് മുതൽ അങ്ങോട്ടേക്കുള്ള ഒരു ഏജുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതായത് തീർത്തും ഒരു ടീനേജർ എനർജിയോ അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു എനർജിയോ അല്ല, കുറച്ച് പ്രായവും പക്വതയും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു തരത്തിലുള്ള ഏജൊക്കെയുള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. മെയിലായാലും ഫീമെയിൽ ആയാലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അത്രയും ഏജുള്ള വ്യക്തികളല്ല, യങ് ആണെങ്കിൽ പോലും ഇവർ മാനസികമായിട്ട്, അതായത് മെൻ്റലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പക്വമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന, കുറച്ച് മെച്യൂറായിട്ട് ചിന്തിക്കുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തിയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ സ്ഥാനത്ത്, അതായത് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ വ്യക്തിയുമായിട്ട് കുറച്ചധികം നാളത്തെ പരിചയമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അല്ലാതെ ഈ അടുത്ത് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് നാളത്തെ ഒരു പഴക്കം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനുണ്ട്. ഈ ഒരു സ്പ്രെഡിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ബ്രേക്കപ്പ് ആവാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു പിണക്കം ഒക്കെ വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ലേഡിയുടെ സാന്നിധ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരു അകാരണമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാവുന്ന രീതിയിൽ വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ എനർജിയാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ ഇത് ഈ ഒരു പേഴ്സൻ്റെ അമ്മയാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ അത്രത്തോളം ഇവരെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന സുഹൃത്തോ അല്ലെങ്കിൽ ലവറോ, ഇനിയിപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വൈഫോ, അങ്ങനെ ഏത് രീതിയിലുള്ള പേഴ്സണും ഇതിനകത്ത് വരാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മേൽ ഈ ഒരു ഫീമെയിൽ എനർജി, നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു ഫീമെയിൽ എനർജിക്ക് അത്രത്തോളം ഒരു സ്വാധീനമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ പേഴ്സൺ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പരിഗണന ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അവരുടേതായിട്ടുള്ള ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള ആ ഒരു ഫീമെയിൽ, ആ ഒരു എനർജിക്കാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരെ അനുസരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കൺസിഡർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിൽ ഈ പേഴ്സണ് വലിയ വിഷമമായിട്ടൊന്നും കാണുന്നുമില്ല. ചിലരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീമെയിൽ എനർജിയോട് ഇവർക്കൊരു ഭയമാണ്, അല്ലെങ്കിൽ അവരെ എതിർത്ത് സംസാരിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഭയം നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായതായിട്ട് കാണുന്നു. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളൊരു സമയത്ത്, നിങ്ങൾ നല്ല സിങ്കായിട്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഇവരുടെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ അമ്മയോ സഹോദരിയോ ഫ്രണ്ടോ ആരും ആയിക്കൊള്ളട്ടെ, അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് നിങ്ങൾക്കും കൂടി അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇവർ ഇനിയിപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഫീമെയിൽ എനർജിയിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും ഇവരത് പുറത്തൊന്നും പറയാൻ സാധിക്കില്ല ഇവർക്ക്. കാരണം ഇവർ അത്രത്തോളം അവരിലൊരു അഡിക്ഷനാണ്. ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഫീമെയിൽ എനർജിയോട് അവർ അത്രത്തോളം അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുറ്റങ്ങളൊന്നും പറഞ്ഞു നടക്കുകയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തോന്നിയാൽ പോലും അവർ മോശമാണ് എന്നുള്ള രീതിയിലൊന്നും ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു 90% നമുക്ക് പറയാൻ സാധിക്കുക, ഇങ്ങനെ ഈ ഒരു ഫീമെയിൽ എനർജിയോട് ഇത്രയധികം ഒരു കടപ്പാട് അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഈ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയധികം ഒരു പരിഗണന ഇവർ ലൈഫിൽ കൊടുക്കുന്നത് ഒരു വളരെയധികമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു എനർജിയുമായിട്ട് ഇത്രയധികം അഡിക്ഷൻ വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുള്ള സമയത്ത് പോലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച്,
അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഇടയിൽ ബ്ലോക്കേജ് സൃഷ്ടിക്കുന്ന ഈ ഒരു ഫീമെയിൽ എനർജി ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നേരത്തെ തർക്കങ്ങൾ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അന്ന് കുറച്ച് ചിലപ്പോൾ നിങ്ങളെ ഫേവർ ചെയ്തായിരിക്കാം സംസാരിച്ചിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴും ചിലപ്പോൾ ഇവരെ തന്നെ ഫേവർ ചെയ്തിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയും കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിൽ ഒരു എന്താ പറയുക, ഒരു വില്ലൻ വേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് എതിരായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും നേരത്തെ തന്നെ അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾക്ക് വലിയൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവർ കാര്യമായിട്ട് മുഖം തരുന്നുണ്ടാവില്ല. ഇവർ ചിലപ്പോൾ നിങ്ങളെ വലിയ മൈൻഡ് ആക്കാത്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുപോലെയൊക്കെ ആയിരിക്കണം പെരുമാറിയിട്ടുണ്ടാവുന്നത്. അതായത് ഇവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്ത് കാണിച്ചിട്ടില്ല കുറച്ചധികം നാളുകളായിട്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ നേരത്തെ പെരുമാറിയിരുന്ന എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം കെയറിങ് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളതെങ്കിലും ഇവരിപ്പോൾ എന്തിൻ്റെങ്കിലും പേരിൽ ചിലപ്പോൾ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ടാവാം. ചിലവർക്ക് തീർത്തും നോ കോൺടാക്റ്റ് ആയിരിക്കാം, ചിലവർക്ക് ഇടയ്ക്ക് മാത്രം വന്ന് സംസാരിച്ചിട്ട് പോകുന്ന തരത്തിലുള്ള എനർജി ആയിരിക്കാം. പക്ഷെ നിങ്ങൾ പേടിച്ചിട്ട് കൂടുതൽ ഇവരോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്കറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ് നിങ്ങളുടെ ഇടയിലുള്ളത് എന്ന് നിങ്ങൾക്കറിഞ്ഞാൽ കൂടിയും നിങ്ങൾ ഇനി ഇവർ കൈവിട്ട് പോകുമോ എന്നുള്ള ഭയം കാരണമൊക്കെ ചിലപ്പോൾ മിണ്ടാതെ നിൽക്കുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇനി എൻ്റെ ഈഗോ ഇതിനു വേണ്ടി ഹർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എനർജിയിലും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് നിങ്ങളും ഇടുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു ഡിസയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത് തന്നെയാണ്. എത്രയും വേഗം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഭൂരിഭാഗം ആളുകളിലും ഇവർ തന്നെയാണ് ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളോട് ഒന്ന് അകന്നു പോയിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ വലിയ മുഖം തരാതിരിക്കുന്നതൊക്കെ ഇവർ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇവരുടെ ആ ഒരു മനോഭാവം മാറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന പലർക്കും ചിലപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവാം. അതായത് ഒരുപാട് നാളുകൾക്ക് ഒരു ബ്ലോക്കേജൊക്കെ നിങ്ങൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ഒരു വാട്സപ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കെല്ലാം മാറ്റി ചിലപ്പോൾ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടേക്കാം. കാരണം ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഇതിനകത്ത് വരുന്ന എനർജി ഉള്ളൊരു പേഴ്സൺ തീർച്ചയായിട്ടും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള നിങ്ങളുടെ ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അത്രത്തോളം അഡിക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റൊന്നും മൈൻഡിൽ ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടായിക്കോട്ടെ, ചിലവർ ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും സാരില്ല, എൻ്റെ അടുത്ത് വന്നാൽ മതി, എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ മതി എന്ന് ആലോചിക്കുന്ന ആൾക്കാരായിരിക്കണം. കാരണം ഇവർക്ക് ഈ തേർഡ് പാർട്ടിയേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കിവിടെ പ്രധാനം, അതായത് എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾക്കിവിടെ കൂടുതലും പ്രധാനമായിട്ട് കാണുന്നത് നിങ്ങളോടൊന്ന് സംസാരിക്കുക, നിങ്ങളുമായിട്ടൊന്ന് പഴയതുപോലെ ആവുക, ആ ഒരു പഴയ രീതിയിലേക്കായി കിട്ടിയാൽ മതി എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇവിടെ ഈ ഒരു പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടി എനർജി, അല്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ഫീമെയിൽ എനർജീനെ ഇവർ അതിൽ നിന്ന് പൊട്ടിച്ച് ബ്രേക്ക് ചെയ്ത് വരാനൊന്നും ഇവർ നോക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി അതിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെയുള്ളൊരു മൈൻഡൊന്നും ഈ പേഴ്സൺ ഇല്ല. കാരണം ഇവരുടെ മൈൻഡിൽ ഇവർ ട്രാപ്പിലായി പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നലൊന്നും ഇവർക്കില്ല. ഇവരത് സാധാരണ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടിയായിട്ട് ഓൾറെഡി തന്നെ ഇവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതോ രീതിയിലുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്കൊരു തടസ്സമാണെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരണമെന്നോ അത് വളരെ മോശമായിട്ട് ഞാൻ ബുദ്ധിമുട്ടുകയാണെന്നൊന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. ഇവർക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ തരാൻ, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ടൈപ്പ് ആവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലാതെ ഇവർക്ക് ആ തേർഡ് പാർട്ടിയോട് പ്രത്യേകിച്ചൊരു വൈരാഗ്യ ബുദ്ധിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ഇവർ കാണുന്ന പോലുമില്ല. അതിന് കാരണമായിട്ട്, അതായത് ഈ ഒരു തേർഡ് എനർജി ആയിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങളെ തകർത്തത് അതാണ് എന്നുള്ള രീതിയിലൊന്നും ഇവരങ്ങനെ ചിന്തിക്കാത്തതിൻ്റെ കാരണം പോലും ഇവർ ആ ഒരു പറഞ്ഞ നെഗറ്റീവ് എനർജിയിൽ പെട്ടിരിക്കുകയാണ്. അതായത് ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സോഴ്സ് ഉപയോഗിച്ചിട്ട് ഇവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാവാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് സ്വയം തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല അവരങ്ങനെയുള്ളൊരു ട്രാപ്പിനകത്താണ്, ഞാൻ ഒരാളുടെ കൺട്രോളിനകത്താണ് എന്നുള്ളത് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് ആ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലവേഴ്സ് 6 ഓഫ് കപ്സ്, ഇതെല്ലാം നമുക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ
തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇതിനകത്തുള്ള 2 വ്യക്തികളായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരാര് കൺട്രോളിൽ വെച്ചാലും, അല്ലെങ്കിൽ ഇവർ ഏത് ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജിയിൽ പോയാലും, എങ്ങനെ തന്നെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ആ ഒരു തോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കും ഒരു അഡിക്ഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളും അഡിക്റ്റഡ് ആണ്. നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷേ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് ലവ് ചെയ്ത് മാറിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ തന്നെയാണ്. അതുപോലെ തന്നെ ഇവരും ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഫീമെയിൽ എനർജി പറയുന്നത് അനുസരിച്ച് അവരുടെ കൂടെ അങ്ങോട്ട് പോയി. അതൊക്കെ സത്യമാണ്. ഇപ്പോഴും അവരുടെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ട്. എങ്കിലും നിങ്ങളുടെ ചിന്ത തന്നെയാണ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ടൊന്ന് കണക്റ്റഡ് ആവണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു കണക്ഷൻ കൊണ്ടാണ്. അതായത് നമ്മൾ ഈ മനുഷ്യരെന്തൊക്കെ തന്നെ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫിസിക്കലി ഇവിടെ കിടന്ന് കാണിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ആ ഒരു നമ്മളുടെ ഒരു സോൾ കണക്ഷൻ അത് ആർക്കും കട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാഗ്നറ്റിക് പവർ പോലെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആ ഒരു 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി നമുക്ക് അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോയതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ തിരഞ്ഞെടുത്ത ആ ഒരു വഴിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ അവരുടെ കൺട്രോളിൽ വെക്കുന്ന ആ ഒരു ഫീമെയിൽ എനർജി അത് തന്നെയാണ് ശരി, അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റിൽ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നതാണ് ഇവരുടെ ശരി. അതായത് ഇവർ ചെയ്യുന്ന ആ ഒരു തെറ്റോ ശരിയോ അതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും കമ്പനിയായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ നിങ്ങളവരെ പേടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർ സമ്മതിച്ചു തരില്ല. ഇവരൊരിക്കലും ആ ഒരു കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, അല്ലാണ്ട് എന്നെ ആരും കൺട്രോളിൽ വെച്ചിട്ടില്ല എന്നൊക്കെ തന്നെയായിരിക്കും ഇവർ പറയുന്നത്. ഇപ്പോഴും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു എനർജി വിട്ട് ഇവർ വെളിയിൽ വന്നിട്ടില്ല. ഇവരുടെ മനസ്സിൽ ഇവർ തന്നെയാണ് ഇവരുടെ അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിനൊപ്പം തന്നെ അവർക്കറിയാം തേർഡ് പാർട്ടിക്ക് നിങ്ങളുമായിട്ട് ചേരുന്നത് ഇഷ്ടമില്ല, നിങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇവർക്കറിയാം. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും ഇതൊന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരറിയാതെ കൊണ്ടുപോകാനായിരിക്കാം. അവരും ഉണ്ടായിക്കോട്ടെ ഇതും ഉണ്ടായിക്കോട്ടെ, രണ്ടും ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഇപ്പം നിങ്ങളുമായിട്ടൊരു കണക്ഷനാണ് അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ളൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കൂടുതൽ വരുംവരായികളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇവർക്ക് കാര്യങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. രണ്ടും എന്നെക്കൊണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ മൈൻഡിലുള്ളത്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കോണ്ടാക്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണിൽ നിന്ന്, ഇന്നതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളതിനെ സമ്മതിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഭൂരിഭാഗം പേഴ്സൺസും, അതായത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ കൂടെ ഉണ്ടെങ്കിൽ സാരില്ല എന്ന് വിചാരിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് പോലും സ്റ്റാർ കാർഡാണ്. അതായത് സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഹോപ്പിൻ്റെ കാർഡാണ്, വളരെയധികം പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ ടെമ്പറൻസ് ആണ് ലാസ്റ്റായിട്ട് വന്ന് നിന്ന കാർഡും ബോട്ടം വന്നിരിക്കുന്ന ഇതുമാണ്. അപ്പോൾ ഇവർ നിങ്ങളെ രണ്ടുപേരെയും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയും ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആകും എന്നിവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ നിങ്ങളുടെ അടുത്ത് വന്ന് കോണ്ടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പഴയതുപോലെ ആവാം എന്ന് പറയുന്നു. നിങ്ങൾ ചോദിക്കുകയാണ് ഈ ഒരു നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം പോയോ, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പേഴ്സൻ്റെ കണ്ണിൽ നിങ്ങൾ തന്നെയായിരിക്കും തെറ്റുകാർ. ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ വന്നല്ലോ, പക്ഷേ ഇവർ തന്നെയാണ് എന്നെ ഈ ഒരു റിലേഷൻ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുള്ളൂ. കാരണം ഇതുവരെ ഇവർക്ക് ഈ ഒരു നിങ്ങളുടെ ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യം ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല. അവരിപ്പോഴും അവരുടെ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനെ തേടി വരാനായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാനായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്യാനൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ വന്നു കഴിഞ്ഞ് 2 വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും അടിയായി എന്ന് വരാം. പക്ഷേ എങ്കിലും ഒരു അട്രാക്ഷൻ അങ്ങോട്ടേക്ക് വരാനായിട്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിലുള്ള ആ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു ഫീമെയിൽ എനർജി ആണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഇവരുടെ അമ്മ, സഹോദരി, അല്ലെങ്കിൽ വൈഫോ, അല്ലെങ്കിൽ
ലവർ, ഏതൊക്കെ രീതിയിലുള്ള ഒരു സ്ത്രീ സാന്നിധ്യമാണ് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് ഒന്ന് അകറ്റി മാറ്റിയത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും അത് മാറ്റുന്നില്ല. നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ ഇടുക കേട്ടോ. നിങ്ങളുമായിട്ടത് ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഇവർ ആ തേർഡ് പാർട്ടീനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ വീണ്ടും കോൺടാക്റ്റായിട്ട് വന്നോ, ഇനി അങ്ങനെ വന്നിട്ട് നിങ്ങൾ തമ്മിൽ അടിയായിട്ടുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതുക. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പോൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഓവറോൾ എനർജി ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ ഒരു സീക്രട്ട് ഡിസയർ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരിക, നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക, പഴയതുപോലെ ആവാനായിട്ട് ശ്രമിക്കുക, പിന്നെ എല്ലാ കാര്യങ്ങളും അത് ബാലൻസ് ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഓവറോൾ എനർജി ആയിട്ട് നമുക്കിവിടെ പറയാനായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് ക്ലൂസിലേക്ക് പോവാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് കാസർഗോഡാണ്. അതേപോലെ സെക്കൻഡ് വന്നിരിക്കുന്നത് നമ്പർ 29, നമ്പർ 7, ക്യാൻസർ സോഡിയക് സൈൻ, ലെറ്റർ ഡി, ലെറ്റർ എം, നമ്പർ 28, നവംബർ മന്ത്, മെയ് മന്ത്, ജെമിനായി, നമ്പർ 15, എറണാകുളം, ലെറ്റർ ജി, ലെറ്റർ എക്സ്, ലെറ്റർ എഫ്, നമ്പർ 25, നമ്പർ 6, ഏപ്രിൽ മന്ത്, വിർഗോ സോഡിയക് സൈൻ, ഓഗസ്റ്റ് മന്ത്, വയനാട്, ജാനുവരി മന്ത്, 18, ലെറ്റർ സി, ലെറ്റർ ഒ, നമ്പർ 14, ലിബ്ര, ലെറ്റർ എൽ, നമ്പർ 13 ആൻഡ് ലാസ്റ്റ് ലെറ്റർ ടി. ഇപ്പോൾ ഞാൻ വോയിസ് ഓവറായിട്ട് പറയുന്നതുകൊണ്ട് ചിലർക്ക് ലെറ്റർ കേൾക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പഴയതുപോലെ റീഡിങ് തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കപ്പോൾ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ഞാൻ ക്യാമറയിൽ കാണിക്കാറുണ്ട് ഏത് ലെറ്റേഴ്സാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഒരു 2-3 ഡേയ്സിൻ്റെ ഒരു സാവകാശം കൂടിയുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ മാക്സിമം നന്നായിട്ട് ക്ലിയർ ആവുന്ന രീതിയിൽ തന്നെയാണ് ലെറ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അതേപോലെ തന്നെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് മെസ്സേജായിട്ട് മാത്രം ഇതെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക.